എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ബൊറൂട്ടോയുടെ അനുജത്തി ഹിമാവരി അവൾക്കാണെങ്കിൽ നല്ല ഫീവറാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവളെ വിട്ടുപോകാൻ മനസ്സ് വരില്ല. അവൻ അവളുടെ അടുത്ത് തന്നെ നിന്ന് അവൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും മെഡിസിനും അങ്ങനെ എല്ലാ സാധനങ്ങളും കൊടുത്ത് അവളുടെ കൂടെ തന്നെ ഇരിക്കും. അങ്ങനെ ഹിനട്ട അവൾ അവിടേക്ക് വന്ന് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തു പോകണം, സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ ഉടനെ തന്നെ മടങ്ങി വരാമെന്ന് പറഞ്ഞ് അവളിപ്പോ അവിടുന്ന് കടന്നു പോവും. അപ്പൊ ബൊറൂട്ടോ അവരുടെ പഴയൊരു ഫാമിലി ഫോട്ടോ ഉണ്ട്, അതെടുത്ത് പഴയ കാര്യങ്ങൾ ഒന്നൊന്നായി ആലോചിക്കാൻ തുടങ്ങും. ആലോചന കൂടിക്കൂടി അവൻ കട്ടിലിൽ കൈയൊക്കെ വിരിച്ചു വെച്ച് ഹായായിട്ട് കിടക്കും. മറ്റൊരു ഭാഗത്ത് അവന്റെ അനുജത്തി അവിടെ ഒരു പാവയും കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ഹിനട്ടയാണെങ്കിൽ ഒരുപാട് നേരം നോക്കിയിരുന്നിട്ടും നറൂട്ടോയെ കാണാനുണ്ടാവില്ല. നെക്സ്റ്റ് ഡേ ആകെയുടെ ഒരു പ്രധാനപ്പെട്ട സെറിമണി ഉണ്ട്, ഇവൻ എവിടെ പോയെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴായിരിക്കും ഡോറൊക്കെ തുറന്ന് ഇപ്പൊ നറൂട്ടോയും അവന്റെ ഫ്രണ്ട്സും അവിടേക്ക് വരിക. നറൂട്ടോ വെള്ളം അടിച്ച് 4 കാലില് അവളുടെ മുൻപിലേക്ക് വീഴും. ഉടനെ നറൂട്ടോയുടെ ഫ്രണ്ട്സ് അവരോരോരുത്തരായിട്ട് പറയും, സോറി ഒരല്പം ലേറ്റ് ആയി പോയി, ഇവിടെ നറൂട്ടോയ്ക്ക് തീരെ കപ്പാസിറ്റി ഇല്ല, 2 പെഗ് അടിച്ചാൽ തന്നെ അവൻ പാമ്പാവാണ്, പക്ഷെ കുഴപ്പമില്ല ആൾ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് അവരിപ്പോ നറൂട്ടോയെ വീട്ടിലാക്കി അവിടുന്ന് വലിയും. അപ്പൊ അതേസമയം താഴെ നടക്കുന്ന ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ട് ഇപ്പൊ ബൊറൂട്ടോ അവൻ ഡോർ തുറന്ന് താഴേക്ക് നോക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഉടനെ ഹിനട്ട അവൾ ഹിമാവരിയോട് പറയും, നീ പപ്പയെ പോയി വിളിച്ചോണ്ട് വാ, നമുക്ക് ഫുഡ് കഴിച്ച് എത്രയും പെട്ടെന്ന് സെറിമണിക്ക് പോണം. അത് കേട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അവൾ ഒരുപാട് നേരം നറൂട്ടോയെ വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നറൂട്ടോ ആണെങ്കിൽ ബോധം കെട്ട് ഉറങ്ങുകയാണ്. അവസാനം ബൊറൂട്ടോ അവൻ രണ്ടും കൽപ്പിച്ച് റൂമിലേക്ക് വന്ന് നറൂട്ടോയുടെ ബോഡിയിലേക്ക് തന്നെ എടുത്തൊരൊറ്റ ചാട്ടം. ആ ഒരു ചാട്ടത്തിന് നറൂട്ടോ ഞെട്ടി എഴുന്നേക്കും. അതിനുശേഷം അവരെല്ലാവരും ഇപ്പൊ ഫുഡ് കഴിക്കാൻ ടേബിളിൽ വന്നിരിക്കുകയാണ്. ഓൾറെഡി തലേന്ന് ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെ നറൂട്ടോയ്ക്കാണെങ്കിൽ ആ ഒരു ഹാങ് ഓവർ വിട്ടു മാറിയിട്ടില്ല. ഉടനെ ഹിനട്ട അവൾ നറൂട്ടോട് പറയും, ബൊറൂട്ടോയ്ക്ക് നിങ്ങളുടെ മേലെ ഒരുപാട് ദേഷ്യമാണ്, ഇത്രയും നല്ല ദിവസമായിട്ട് പോലും നിങ്ങൾ വെള്ളം അടിച്ച് ഇങ്ങനെ ബാഡായിട്ട് വന്നത് ഒട്ടും ശരിയായില്ല. ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ച് റെഡി ആയിട്ടിരിക്കെ ഞാൻ എത്രയും പെട്ടെന്ന് നിനക്ക് സെറിമണിക്ക് ഇടാനുള്ള ആ ഡ്രസ്സുമായി മടങ്ങി വരാം. സ്റ്റിച്ചിങ്ങിൽ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് നിന്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്, കൂടെ തന്നെ നിന്ന് എത്രയും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിയാലേ അത് വേഗം കിട്ടൂ. സോ ആ സമയത്തിനുള്ളിൽ ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞ് അവളിപ്പോ അവിടേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹൊക്കാഗെ സെറിമണി നടക്കുന്ന ആ ഒരു സ്ഥലം കാണിക്കും. കാക്കാഷി മാസ്റ്റർക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരുപാട് വർഷങ്ങളായി ആള് ചുമലിലേറ്റി നടക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ ഇന്ന് ഇറക്കി വെക്കുകയാണ്. അത് നറൂട്ടോയ്ക്ക് കൊടുത്ത് ഹോട്ട് സ്പ്രിംഗിലേക്ക് പോയി റെസ്റ്റ് എടുക്കാനാണ് കാക്കാഷി മാസ്റ്ററുടെ തീരുമാനം. ഗ്രാമത്തിലുള്ള ഷിനോബികളും ജനങ്ങളും എല്ലാവരും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗത്തായി ടീം തിരിഞ്ഞും അല്ലാതെയും ഓരോരോ കാര്യങ്ങളിൽ ആൾക്കാർ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഷിക്കമരു ആണെങ്കിൽ ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ഇപ്പൊ കാക്കാഷിയോട് ചോദിക്കും, ഇവിടെ ഇത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഗ്രാമം ഇപ്പോഴും ആ 4th വാറിൽ നിന്ന് കര കയറിയിട്ടില്ല. സോ ഇങ്ങനെ ഒരു സമയത്ത് നിങ്ങൾ ഗ്രാമം വിട്ടു പോകുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കേട്ട് കാക്കാഷി ആള് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. പക്ഷെ കൊനഹമാരുവിനാണെങ്കിൽ ചിക്കമരു അവൻ സിഗരറ്റ് വലിക്കുന്നത് തീരെ ഇഷ്ടാവില്ല. അങ്ങനെ ഒരു കാര്യമായി പരസ്പരം സംസാരിക്കുമ്പോഴായിരിക്കും ഹിനട്ട അവൾ നറൂട്ടോയ്ക്ക് ഇടേണ്ട പുതിയ ഡ്രസ്സുമായി അവിടേക്ക് ഓടിയെത്ത്. അവൾ ടെൻഷനായിട്ട് ഇപ്പൊ അവരോട് ചോദിക്കും, നറൂട്ടോ അവൻ നിങ്ങൾ ആരെങ്കിലും കണ്ടോ, ഇതുവരെ ഇവിടേക്ക് എത്തിയില്ലേ? അതിനവര് പറയും, ഇല്ല, ഇത്ര സമയമായിട്ടും നറൂട്ടോ അവൻ ഇവിടേക്ക് എത്തിയിട്ടില്ല, കുഴപ്പമില്ല ഞാൻ പെട്ടെന്ന് തന്നെ തിരികെ വരാന്ന് പറഞ്ഞ് ഹിനട്ട അവള് വീട്ടിലേക്ക് ഓടും. കട്ട് ചെയ്താ ഇവിടെ വീട്ടില് നറൂട്ടോ ആണെങ്കിൽ ബൊറൂട്ടോയെയും ഹിമാവരിയെയും വിളിച്ചു കൊണ്ടേയിരിക്കും. മുകളില് ബൊറൂട്ടോയും ഹീനാവരിയും അവർ രണ്ടുപേരും ആ പാവയ്ക്ക് വേണ്ടി പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. അവസാനം അതിനെ പിടിച്ചു വലിച്ച് ഇപ്പൊ രണ്ടായിട്ട് ആ പാവ കേറിക്കളയും. ഹീമാവരിയുടെ കൺട്രോൾ പോയി അവളുടെ കണ്ണ് അത് വ്യാഹു കണ്ണായി മാറും. ബൊറൂട്ടോ ആണെങ്കിൽ ഒരു സെക്കൻഡ് അത് കണ്ട് ഷോക്കായി പോവും. അമ്മയുടെ അതേ കണ്ണ് അതെങ്ങനെ ഇവൾക്ക് കിട്ടി? ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കണ്ട് പേടിയാവും. അവൻ നിലവിളിച്ച് ഇപ്പൊ നറൂട്ടോയെ അവിടേക്ക് വിളിക്കും. ഹിമാവരി അവള് ഫുൾ കലിപ്പില് കായ് ചുരുട്ടി ഒരൊറ്റ കിട്ടി. പക്ഷെ ജസ്റ്റ് മിസ്സിന് ബൊറൂട്ടോയ്ക്ക് മുന്നിലേക്ക് നറൂട്ടോ വരും. ആ ഒരു ഇടി അത് നറൂട്ടോയുടെ വയറ്റിൽ കിട്ടി. അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ 9 ടൈല് അതുപോലും ഒരു സെക്കൻഡ് കിടുങ്ങിപ്പോവും. അപ്പൊ അതേസമയം ഇവിടെ സെറിമണി നടക്കുന്ന സ്ഥലത്ത് എല്ലാവരും നറൂട്ടോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഷിക്കമരു കാക്കാഷിയോട് പറയും, നമ്മുടെ മുൻപില് ഇപ്പൊ വേറെ വഴിയില്ല. അവർ കൊനഹമാരുവിനെ അടുത്തേക്ക് വിളിക്കും. അവര് കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ഇപ്പൊ സെറിമണി സ്റ്റാർട്ട് ചെയ്യും. കാക്കാഷി മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ പ്രസംഗം ആരംഭിക്കും. പ്രസംഗത്തിന്റെ അവസാനം 6th ഹൊക്കാഗെ പൊസിഷൻ അതൊഴിഞ്ഞ്
അവിടേക്ക് നറൂട്ടോയെ വിളിക്കും. ഉടനെ കറക്റ്റ് ടൈം ഇപ്പൊ നമ്മുടെ നറൂട്ടോ അവൻ കൈയൊക്കെ വീശി അവിടേക്ക് വരാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആക്ച്വലി അത് യഥാർത്ഥ നറൂട്ടോ അല്ല, മറിച്ച് ഒരാമാരു നറൂട്ടോയുടെ ക്ലൗൺ ക്രിയേറ്റ് ചെയ്ത് അവിടേക്ക് വന്നതാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഹിനട്ട അവള് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഒരു മൂലയ്ക്കായി ഇടികിട്ടി പിരിവെട്ടി കിടക്കുന്ന നറൂട്ടോയെ അവൾ കാണും. അവൾ അവനെ ചെക്ക് ചെയ്യും. അവന്റെ ബോഡിയിൽ ഇപ്പൊ ചക്ര ഫ്ലോ ഇല്ല. മറ്റൊരു ഭാഗത്ത് ഹേമാവരി അവളാണെങ്കിൽ ബൊറൂട്ടോയെ അന്വേഷിച്ച് ആ വീടിന് ചുറ്റും നടക്കുകയാണ്. ബൊറൂട്ടോ പേടിച്ച് വിറച്ചിരിക്കുമ്പോ ഹേമാവരി അവൾ ഡോർ തുറന്ന് അവന്റെ അടുത്തേക്ക് വരും. അന്നു മുതലാണ് ഒരു കാരണവശാലും ഹേമാവരിയെ അവൾ ദേഷ്യം പിടിപ്പിക്കാൻ പാടില്ല എന്ന് ബൊറൂട്ടോ ഉറച്ച തീരുമാനം എടുത്തത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് കാണിക്കും. ബൊറൂട്ടോ ഇപ്പോഴും കണ്ണെടുക്കാതെ അവരുടെ ഫാമിലി ഫോട്ടോയിൽ തന്നെ അങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ കറക്റ്റ് ടൈം ഇപ്പൊ നറൂട്ടോ അവൻ റൂമിലേക്ക് വരും. അവൻ ബൊറൂട്ടോട് ചോദിക്കും, ഹേമാവരി അവക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. അവന്റെ പപ്പ അവർക്ക് വേണ്ടി ഇപ്പൊ നേരത്തെ വന്നിരിക്കുകയാണ്. ബൊറൂട്ടോ ചോദിക്കും, ഇപ്പയ്ക്കിന്ന് ഓഫീസില് ജോലിയൊന്നുമില്ലേ? അതിന് നറൂട്ടോ പറയും, അവിടെ എന്റെ ക്ലൗണും ഷിക്കമരും ഉണ്ട്, അവർ രണ്ടുപേരും കാലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂന്ന് പറഞ്ഞ് ആളിപ്പോ ഹേമാവരിയെ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിനുശേഷം ബൊറൂട്ടോയും കൂട്ടി ഇപ്പൊ നറൂട്ടോയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. പക്ഷെ അല്പസമയം കഴിയുമ്പോൾ അവർ രണ്ടുപേരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അട്ടിയിടി പോരാട്ടം. ബൊറൂട്ടോ പറയും, എനിക്ക് സാൻഡ്വിച്ച് മതി. അതിന് നറൂട്ടോ അവനാണെങ്കിൽ അതിന് സമ്മതിക്കില്ല. നീ ചോറ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ബൊറൂട്ടോയെ നിർബന്ധിക്കും. അങ്ങനെ അവരുടെ പിടിയും വലിയും ബഹളവും ഒക്കെ കേട്ട് ഇപ്പൊ സാക്ഷാൽ ഹിനട്ട അവൾ അവിടേക്ക് വരും. ഹിനട്ടയ്ക്കാണെങ്കിൽ അത് കേട്ട് സഹിക്കാനാവില്ല. അവൾ ഫുൾ കലിപ്പില് അവളുടെ വ്യാഹു കണ്ണ് ഓപ്പൺ ചെയ്ത് അവർ നോക്കി ഇപ്പൊ മുരച്ച് നിൽക്കും. അത് കണ്ട് ബൊറൂട്ടോയും നറൂട്ടോയും അവർ രണ്ടുപേരും ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അങ്ങനെ നിൽക്കും. അടുത്ത സെക്കൻഡ് ബൊറൂട്ടോയെയും നറൂട്ടോയെയും അവർ രണ്ടുപേരെയും അവൾ തല്ലി പുറത്താക്കും. നറൂട്ടോ ദേഷ്യപ്പെട്ട് പറയും, ബൊറൂട്ടോ നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് നമ്മളിപ്പോ പുറത്തായത്. പിന്നെ ബൊറൂട്ടോ, ഞാനല്ല അച്ഛൻ കാരണമാണ് നമ്മൾ പുറത്തായത്. അങ്ങനെ വേറെ വഴിയില്ലാതെ ഇപ്പൊ നറൂട്ടോ പറയും, എന്തായാലും കുഴപ്പമില്ല, കുറച്ചുകൂടെ വർക്ക് അത് ബാക്കിയുണ്ട്. സോ എത്രയും പെട്ടെന്ന് എനിക്ക് തിരികെ പോകണം. അത് കേട്ട് ബൊറൂട്ടോ അവനങ്ങനെ തല താഴ്ത്തി നിൽക്കും. ഉടനെ നറൂട്ടോ അവന്റെ കൈ പിടിച്ചിട്ട് പറയും, വായോ ഞാൻ നിനക്ക് ഒരു അടിപൊളി സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് അവനെയും കൂട്ടി പഴയ റാവൻ ഷോപ്പിലേക്ക് വരും. നറൂട്ടോ ബൊറൂട്ടോട് പറയും, ഇവിടെയാണ് പണ്ട് ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കാൻ വരുന്ന സ്ഥലം. ആക്ച്വലി അന്നിവിടെ 2-3 പേർക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ഇവിടെ ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. നറൂട്ടോ കടയിലേക്ക് വന്ന് അവന് പണ്ട് കൊടുത്ത ആ ഒരു ഫ്രീ ഫുഡ് സ്ലിപ്പ് അതവർക്ക് കാണിച്ചു കൊടുക്കും. സർക്കാരനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. ഈ സ്ലിപ്പ് അതിപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടല്ലേ? ഇത് ഞാൻ ആക്ച്വലി നിങ്ങളുടെ കല്യാണത്തിന് തന്ന ഗിഫ്റ്റ് അല്ലേ? അന്ന് ഈ ഗിഫ്റ്റ് നിനക്ക് തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം അതിനുശേഷം നീ ഇവിടുന്ന് ഫുഡ് കഴിച്ച് എനിക്ക് നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി കിട്ടി. ആക്ച്വലി കടയ്ക്ക് മുൻപിൽ ഞാൻ നിന്റെ പോസ്റ്ററാണ് അഡ്വർടൈസ്മെന്റ് ആയി വെച്ചിരിക്കുന്നത്. നറൂട്ടോ ആണെങ്കിൽ ആ റെസ്റ്റോറന്റ് മുഴുവൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പോ വമ്പ സെറ്റപ്പില് ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ആയിട്ട് റെസ്റ്റോറന്റ് അടിപൊളിയായിട്ട് പ്രവർത്തിക്കുകയാണ്. നറൂട്ടോ പറയും, എന്റെ അമ്മയുടെയും നിന്റെയും ആദ്യത്തെ ഡേറ്റിങ് അത് ഇവിടെ വെച്ചായിരുന്നു. ഞങ്ങൾ ഇവിടെ വെച്ച് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കഴിച്ചാണ് ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ നറൂട്ടോയുടെ ആ സ്റ്റോറി ഒന്നും അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അപ്പോഴായിരിക്കും അവന്റെ തൊട്ടു മുൻപിലിരിക്കുന്ന കാഗെ മാസ്റ്ററിന്റെ ഒരു പോസ്റ്റ് കാണുക. പപ്പ ഇതാണ് കാഗെ മാസ്റ്റർ. നറൂട്ടോയ്ക്കാണെങ്കിൽ അതാരാണെന്ന് മനസ്സിലാവില്ല. കൺഫ്യൂസ്ഡ് ആയി ബൊറൂട്ടോയെ നോക്കും. അതിന് ബൊറൂട്ടോ പറയും, ഇദ്ദേഹം ഒരു സൂപ്പർ ഹീറോ ആണ്, ഭയങ്കര പവറാണ്, ഞാനും എന്റെ ഫ്രണ്ട്സൊക്കെ ഇദ്ദേഹത്തിന്റെ ഫാനാണ്. അതിനുശേഷം അവർ ഓർഡർ ചെയ്ത ഫുഡ് അതവരുടെ മുൻപിലേക്ക് വരും. അതൊക്കെ കഴിച്ച് ന്യൂസ് കാണുമ്പോഴായിരിക്കും നറൂട്ടോ വീണ്ടും ഫൈക്കാഗ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന ന്യൂസ് കാണുക. ബൊറൂട്ടോ ചോദിക്കും, അപ്പൊ വീണ്ടും പപ്പ ബിസി ആവാൻ പോവാണോ? പപ്പ ബിസി ആയാലും ഇല്ലെങ്കിലും ഒരിക്കലും ഹേമാവരിയെയും അമ്മയും മറക്കരുത്. നറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് വണ്ടടിക്കും. അവൻ കൺഫ്യൂസ്ഡ് ആയി ബൊറൂട്ടോയെ നോക്കി നിൽക്കുമ്പോ ടോച്ചിയും ചോച്ചോയും അവർ രണ്ടുപേരും അവിടേക്ക് വരും. നറൂട്ടോയെ കണ്ട് ഒത്തിരി സന്തോഷത്തിൽ ചോച്ചി പറയും, ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരാറുണ്ട്. അതിനുശേഷം ഫുഡ് കഴിച്ച് ഞങ്ങൾ മത്സരിക്കും. ഇത്തവണ ഞങ്ങളുടെ മത്സരം കാണാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞ് അച്ഛനും മോളും ഒക്കെ ഓർഡർ ചെയ്ത് ഇപ്പം മത്സരിച്ച് കഴിക്കാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഒത്തിരി സന്തോഷമാവും. കാരണം അവരുടെ ലൈഫ് അത് ഭയങ്കര ഹാപ്പിയാണ്. അച്ഛൻ എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ട്. ഇവിടെ നറൂട്ടോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവന്റെ പഴയകാല കഥകള് അതൊന്നൊന്നായിട്ട് ബൊറൂട്ടോയ്ക്ക് പറഞ്ഞു കൊടുക്കും.
പക്ഷെ അവൻ ഇപ്പോഴും ആ കാഗേമാസിന്റെ ഫോട്ടോയിൽ നോക്കി മറ്റേതോ ഒരു ലോകത്ത് അങ്ങനെ പാറി പറന്ന് നടക്കുകയാണ്. കട്ട് ചെയ്ത ചോച്ചോയും ചോച്ചിയും അവർ രണ്ടുപേരും ഇത്തിരി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വീണ് കിടക്കുകയാണ്. ചോച്ചി പറയും, ലെജൻഡറി ക്വീനെ തോൽപ്പിക്കാൻ നമുക്കാവില്ല. അവള് 46 പ്ലേറ്റ് റാവൻ നൂഡിൽസ് അതൊറ്റ ഇരിപ്പിന് കഴിച്ചാണ് റെക്കോർഡ് ഇട്ടത്. അത് കേട്ട് ബൊറൂട്ടോ അവൻ നറൂട്ടോട് ചോദിക്കും, ആ ലെജൻഡറി ക്വീൻ അതാരാണ്? അപ്പൻ നറൂട്ടോ അവൻ ചിരിച്ച് ദൂരെയുള്ള ഒരു പോസ്റ്റർ കാണിച്ചു കൊടുക്കും. ലെജൻഡറി ക്വീൻ അത് മറ്റാരുമല്ല, സാക്ഷാൽ ഹിനട്ട. ബൊറൂട്ടോ അത് കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഹിനട്ട അവളാണെങ്കിൽ ഹിനാവാരിക്ക് ഫുഡൊക്കെ കൊടുത്ത് ഒരു പുതപ്പൊക്കെ പുതപ്പിച്ച് അങ്ങനെ കിടത്തുകയാണ്. അതിനുശേഷം അവരുടെ ഫാമിലി ഫോട്ടോ അത് നോക്കി അവളും ഇപ്പൊ ആ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഉടനെ ഫ്ലാഷ് ബാക്കില് ബൊറൂട്ടോയും ഹിനാവാരിയും വലിച്ചു കയറിയ ആ പാവ അത് ഹിനട്ട അവള് സ്റ്റിച്ച് ചെയ്ത് രണ്ടു പേർക്കുമായിട്ട് കൊടുക്കും. അങ്ങനെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത് നമ്മുടെ ആൾക്കാര് അവരങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.